അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്ന് വ്യക്തമാക്കിയാണ് ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ്. ഡി.കെ. ശിവകുമാറിന്റെ ഡൽഹിയിലെയും ബംഗളൂരുവിലെയും വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നുമായി 11 കോടിയോളം രൂപ കണ്ടെടുത്തതായാണ് വിവരം. അപ്രതീക്ഷിതമായെത്തിയ ആദായനികുതി വേട്ടയുടെ ഞെട്ടലിലാണ് കോൺഗ്രസ്. ചട്ടങ്ങൾ പാലിക്കാതെയും ലോക്കൽ പോലീസിനെ വിവരമറിയിക്കാതെയും നടത്തിയ പരിശോധനയ്ക്കെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ രംഗത്തു വന്നിട്ടുണ്ട്. കുതിരക്കച്ചവടം ഭയന്ന് ബംഗളൂരുവിൽ അഭയം തേടിയ കോൺഗ്രസ് എംഎൽഎമാരുടെ ചുമതല നിലവിൽ ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത് മന്ത്രി ഡി.കെ. ശിവകുമാറിനെയാണ്. എംഎൽഎമാർ താമസിക്കുന്ന റിസോർട്ടിലെ ശിവകുമാറിന്റെ മുറിയിലാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യം പരിശോധനയ്ക്ക് എത്തിയത്. തുടർന്ന് ബംഗളൂരുവിലെ 2 വീടുകളിലും മൈസൂരുവിലെ മന്ത്രിയുടെ ബന്ധുവീട്ടിലുമടക്കം 39 ഇടങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തി. എംഎൽഎമാരെ ഭയപ്പെടുത്തി വശത്താക്കാനും ഗുജറാത്തിലേക്ക് തിരികെ എത്തിക്കാനുമുള്ള ബിജെപിയുടെ കരുനീക്കമാണ് റെയ്ഡിനു പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഗുജറാത്ത് എംഎൽഎമാരെ സുരക്ഷിതരാക്കാനുള്ള തന്ത്രപ്പാടിലാണ് കോൺഗ്രസ്. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം അവരെ കുടകിലേക്കോ മൈസൂരുവിലേക്കോ മാറ്റാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു. ഡി.കെ. ശിവകുമാറിന്റെ സദാശിവനഗറിലെ വസതിക്ക് മുന്നിൽ നിന്നും നദീറ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.